നമസ്കാരം. ഒന്നുകിൽ ഉളുപ്പെന്ന മൂന്നക്ഷരത്തിന്റെ അർത്ഥം അറിയണം, അതല്ലെങ്കിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയ തീവ്രവാദികളുടെ ശവശരീരങ്ങളെ ഓർത്തെടുക്കണം. ഇതൊന്നുമല്ല എങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിലെ ചുണക്കുട്ടികൾ, പെൺപുലികൾ കയറി കത്തിച്ചാമ്പലാക്കിയ ചാരം വാരിയെടുത്ത ഓർമ്മ വേണം പാകിസ്ഥാനികൾക്ക്. പാകിസ്ഥാനികൾ ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വീണ്ടും കുരയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. കുരച്ച് തളരുമ്പോൾ കുടിക്കാനുള്ള കുടിവെള്ളം പോലും ഭിക്ഷയായി തരാൻ പോലും ഇന്ത്യ തയ്യാറല്ല എന്ന ഓർമ്മ ഇനിയെങ്കിലും വേണം പാകിസ്ഥാന്. സമാധാനം, മനുഷ്യത്വം, സ്നേഹം എന്നീ വികാരങ്ങളെ മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഋഷിമാരുടെ സംസ്കാരം പിന്തുടരുന്ന ഭാരതം പോലെ ഒരു രാജ്യത്തിന് നേർക്ക് പാകിസ്ഥാനികൾ കുരച്ചു ചാടിയത് ഒന്നും രണ്ടുമല്ല, പലവട്ടമാണ്. കൊന്നൊടുക്കിയത് നിഷ്കളങ്കരായ നിരായുധരായ നൂറുകണക്കിന് ഇന്ത്യക്കാരെയാണ്. സഹനത്തിന്റെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ആ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ നിവർന്നു നിൽക്കാൻ നട്ടലിലെ ഒരെല്ല് പോലും പാകിസ്ഥാനികൾക്കിനി ബാക്കിയില്ല. എന്നിട്ടാണ് വീണ്ടും ഇന്ത്യയെ കടന്നാക്രമിക്കാൻ നാവായുധമാക്കി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ കയറി മുസൽമാനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ക്രിസ്ത്യാനിയെയോ പാഴ്സിയെയോ കൊന്നാലും ഇന്ത്യക്കാർക്ക് ഓരോരുത്തരും, മുഴുവൻ ഇന്ത്യക്കാരും സ്വന്തം സഹോദരി സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞ ചൊല്ലുന്നവരാണ്. അവരെ സംബന്ധിച്ച് മതത്തിന്റെ പേരിലല്ല മനുഷ്യനെ വേർതിരിക്കുന്നത്. മതമേതു തന്നെയായാലും ഇന്ത്യക്കാരൻ എന്ന ഉറച്ച വികാരത്തിലാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനികൾ എത്രയൊക്കെ ഭിന്നിപ്പിച്ച് പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ടും ആ ഒരുമ കൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്നും തലയെടുപ്പോടെ നിലനിൽക്കുന്നത്. വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയുമായി ഇറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഇനിയും സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ സ്വന്തം വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് എക്സിൽ കുറിച്ചത്. ഇനിയൊരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറ്റേണ്ടി വരുമെന്ന ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പരാമർശത്തിന് മറുപടിയായാണ് പ്രതികരണം. ലോക ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്നും ഇന്ത്യൻ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രകോപനപരമായ പ്രസ്താവന. ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് 6 ഇന്ത്യൻ പോർ വിമാനങ്ങൾ തകർത്തെന്ന നേരത്തെ ഇന്ത്യ നിഷേധിച്ചിട്ടുള്ള വാദമാണ് ആസിഫ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇന്ത്യൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ അവരുടെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പരാജയപ്പെട്ട ശ്രമമാണെന്നും ഇന്ത്യയിലെ പൊതുജനാഭിപ്രായം സർക്കാരിനെതിരായി മാറിയെന്നുമാണ് പാകിസ്ഥാന്റെ വാദം. മോദിക്കും കൂട്ടർക്കും വിശ്വാസ്യത നഷ്ടപ്പെട്ടതും നേതൃത്വത്തിന്റെ പ്രസ്താവനകളിൽ പ്രതിഫലിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്ന് വ്യക്തമാണെന്നും ഇനിയും യുദ്ധമുണ്ടായാൽ ഇന്ത്യയെ സ്വന്തം വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടപ്പെടുമെന്നാണ് പാക് മന്ത്രിയുടെ പ്രസ്താവന. ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് ഇന്ത്യൻ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ US നിർമ്മിത F-16 വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള 1 ഡസനിലധികം സൈനിക വിമാനങ്ങൾ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തുവെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയെ കുഴിച്ചിടാൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള കഴിവ് പാകിസ്ഥാനികൾക്കുണ്ടെങ്കിൽ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നല്ലാതെ ഇതിന് മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. മോദിയുടെ മറുപടിയിൽ ഉടുത്ത തുണി പോലും കത്തുമ്പോഴും ഈ ശൗര്യമൊക്കെ പാകിസ്ഥാനികൾക്ക് കണ്ടാൽ നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച